കഴിഞ്ഞ മാസം 28-നാണ് വയനാട് കൽപ്പറ്റ കേണിച്ചിറ ടൗണിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. കേണിച്ചിറ ടൗണിലുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് സംഭവം നടക്കുന്നത്. ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് അവിചാരിതമായി ഒരു കുഞ്ഞുമായി എത്തിയ യുവതി ആരാണെന്നറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണിപ്പോൾ നാട്ടുകാരെല്ലാവരും. ടെക്സ്റ്റൈൽസിൽ വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു സമയത്താണ് ഒരു യുവതിയും കുഞ്ഞും കയറി വരുന്നത്. കസ്റ്റമറാകുമെന്ന് കരുതി ജീവനക്കാർ ആദ്യം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. എന്നാൽ യുവതി അപ്പോൾ പറഞ്ഞത്, ഞാൻ ഡ്രസ്സ് എടുക്കാനായി വന്നതല്ല, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണമെന്നാണ്. തുടർന്ന് ജീവനക്കാർ കാര്യം തിരക്കുകയായിരുന്നു. അപ്പോഴാണ് യുവതി പറയുന്നത്, തന്റെ അടിവസ്ത്രത്തിന്റെ ബട്ടൺ പൊട്ടിപ്പോയിരിക്കുകയാണ്, അതുകൊണ്ട് അത് ശരിയാക്കണമെങ്കിൽ വസ്ത്രം മാറാനായി ഒരു സൗകര്യം വേണം, അതൊന്ന് തരപ്പെടുത്തി തരാമോ എന്നും യുവതി ജീവനക്കാരോട് ചോദിക്കുകയായിരുന്നു. സഹായം അഭ്യർത്ഥിച്ചത് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർ പറ്റില്ല എന്ന് പറഞ്ഞില്ല. തുടർന്ന് ജീവനക്കാർ അവരുടെ തുണിക്കടയ്ക്കകത്തുള്ള സ്റ്റോർ റൂമിൽ പോയി വസ്ത്രം മാറാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ യുവതി പുറത്തേക്ക് വന്നു. തുടർന്ന് ജീവനക്കാരോട് നന്ദിയും പറഞ്ഞ യുവതി പോവുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് സംഭവത്തിന്റെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. വൈകിട്ട് ഏകദേശം 3 മണിയോടുകൂടി തുണിക്കടയിലെ ഒരു ജീവനക്കാരി വായ്പ അടയ്ക്കുന്നതിനായി ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം എടുക്കാനായി ഉള്ളിലേക്ക് പോയി. എന്നാൽ പണം എടുക്കാനായി ബാഗ് തുറന്നപ്പോൾ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 9,000 രൂപ കാണുന്നില്ല. പരിഭ്രാന്തയായ യുവതി ഉടൻ തന്നെ ഈ വിവരം സ്ഥാപനത്തിലെ മറ്റ് ആളുകളെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് കുറച്ചു മുൻപ് വസ്ത്രം മാറാനായി എത്തിയ യുവതിയെ ജീവനക്കാർക്ക് സംശയം തോന്നുന്നത്. തുടർന്ന് ഇവർ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. പിന്നീട് ഈ ദൃശ്യങ്ങൾ സഹിതം കടയിലെ ജീവനക്കാരിയെ കേണിച്ചിറ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ യുവതി കേണിച്ചിറയിൽ വന്ന ബസ് ഇറങ്ങുന്നതടക്കമുള്ള മറ്റ് CCTV ദൃശ്യങ്ങളും ലഭ്യമായി. ഇതുകൂടാതെ കേണിച്ചിറയിൽ തന്നെയുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലും സമാന രീതിയിൽ അടിവസ്ത്രത്തിന്റെ ബട്ടൺ പൊട്ടിയെന്നും വസ്ത്രം മാറാനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്നും അഭ്യർത്ഥിച്ച് എത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നെന്മേനി സ്വദേശിനിയായ അറക്കൽ മുംതാസ് എന്ന 22-കാരിയെ പോലീസ് പിടികൂടുന്നത്. സമാന രീതിയിൽ യുവതി ജില്ലയിൽ പലയിടത്തും കവർച്ച ചെയ്തെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതേ തന്ത്രം തന്നെയാണ് ഇവർ മറ്റ് പലയിടങ്ങളിലും പയറ്റിയിട്ടുള്ളതെന്നും സംശയിക്കുന്നു. കവർച്ച ചെയ്ത പണം ഉപയോഗിച്ച് പ്രതി ബത്തേരിയിലെ കടയിൽ നിന്നും വാങ്ങിയ മൊബൈൽ ഫോണും മറ്റ് സാധനങ്ങളും ബാക്കി വന്ന തുകയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും യുവതികൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ മോഷണ ശൈലികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്ന ഒന്നു തന്നെയാണ്. കഴിഞ്ഞ മാസമാണ് മരണവീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന യുവതിയെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവന്നത്. ഇവരെയും പിന്നീട് പോലീസ് പിടികൂടിയിരുന്നു. കൊല്ലം പള്ളിത്തോട്ടം ഡോൺ ബോസ്കോ നഗറിൽ റിൻസി ഡേവിസ് എന്ന 30-കാരിയെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്രങ്ങളിലൂടെ മരണവാർത്ത അറിഞ്ഞ ശേഷം അവിടെ എത്തി മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വീടിനകത്ത് കയറി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. ഇതുകൂടാതെ ആശുപത്രികളിൽ കറങ്ങി നടന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും പണം മോഷ്ടിക്കുന്ന യുവതിയെയും കഴിഞ്ഞ ദിവസങ്ങളിലായി പോലീസ് പിടികൂടിയിരുന്നു. ആറന്മുള പൊതുവേലിൽ വീട്ടിൽ ബിന്ദുരാജ് എന്ന 40-കാരിയെയാണ് പോലീസ് പിടികൂടിയത്. എന്നാൽ ഇവരെല്ലാം പോലീസ് പിടിയിലായി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷവും സമാന രീതിയിലുള്ള മോഷണങ്ങൾ നടത്തുന്നു എന്നതാണ് ആശങ്കാജനകമായ മറ്റൊരു കാര്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.